നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കൊടുങ്ങല്ലൂർ സെന്റർ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം പ്രസിഡന്റ് KA ഖദീജാബിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. നവംബർ മാസത്തെ വരവ് ചെലവ് കണക്കുകളും മെഡിക്കൽ സേവനങ്ങളുടെ വിവരങ്ങളും ചർച്ചകൾക്ക് ശേഷം അംഗീകരിച്ചു. നഴ്സസ് ഹോം കെയർ, ഡോക്ടേഴ്സ് ഹോം കെയർ എന്നീ സേവനങ്ങളിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ചും വോളണ്ടിയർമാരുടെ സേവനം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. ECS സ്കീം പ്രകാരമുള്ള ഡൊണേഷൻ വർദ്ധിപ്പിക്കുന്നതിന് കൂട്ടായ ശ്രമം നടത്താൻ തീരുമാനിച്ചു. നിർമ്മാണം നടക്കുന്ന ഹോസ്പീസ് കെട്ടിടത്തിന്റെ പ്ലാസ്റ്ററിംഗിനായി 10 ലക്ഷം രൂപ അടിയന്തരമായി കണ്ടെത്തും. വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹീം, സെക്രട്ടറി CS തിലകൻ, നഴ്സ് ഇൻചാർജ് ലിൻസ, ഷാഹിദ തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. ആൽഫ കൊല്ലം സെന്ററിന്റെ പ്രവർത്തനത്തിലേക്കായി റിട്ടയർഡ് കൊല്ലം SN കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനിരുദ്ധൻ സംഭാവന നൽകി. കൊല്ലം സെന്ററിൽ നടന്ന ചടങ്ങിൽ സെന്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് തങ്ങൾ, സെക്രട്ടറി ബിന്ദു സാജൻ എന്നിവർ തുക ഏറ്റുവാങ്ങി. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു എന്നിവർ സന്നിഹിതരായിരുന്നു. ആൽഫ കൊച്ചി ലിങ്ക് സെന്ററിൽ നിന്നും ഫിസിയോതെറാപ്പി സേവനം നേടുന്നവരുമായി യാത്ര സംഘടിപ്പിച്ചു. കടുത്തുരുത്തി മാംഗോ മെഡോസ് എന്ന അഗ്രികൾച്ചർ തീം പാർക്കിലേക്കാണ് വിനോദയാത്ര സംഘടിപ്പിച്ചത്. സെക്രട്ടറി പ്രൊഫസർ രവി ദിവാകരൻ, ട്രഷറർ തോമസ് വർഗീസ്, നഴ്സുമാരായ സന്ധ്യ, ശ്യാമ, അനീറ്റ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലപ്പുഴ എടത്വ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരിഷ് ക്ലബ് ഉദ്ഘാടനവും വാക്കത്തോണിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും സ്കൂളിനുള്ള മെമന്റോ സമർപ്പണവും നടത്തി. NSS കോർഡിനേറ്റർ സോനു സ്വാഗതം പറഞ്ഞു. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ എബിൻ മാത്യൂസ സ്കൂൾ പ്രിൻസിപ്പൽ ജോബിക്ക് മെമന്റോ കൈമാറി. ആൽഫ വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ വിദ്യാർത്ഥികൾക്കായി പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കിടപ്പിലായ രോഗികളെ കാണാൻ ചെല്ലുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നത് ഒരു റോൾ പ്ലേയിലൂടെ അവതരിപ്പിച്ചു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അനിൽ മോഹൻ, കുട്ടനാട് ലിങ്ക് സെന്റർ കമ്മിറ്റി അംഗങ്ങളായ ബെറ്റി ടീച്ചർ, കലേഷ്, റെജീന എന്നിവർ സന്നിഹിതരായിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. ജയ് ഹിന്ദ്.